കാപ്പിൽ മുതൽ പൂവാർ വരെയുള്ള തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതയാണ്. നാളെ രാത്രി 11:30 മുതൽ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനുമൊക്കെ സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം. അർജുനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം. അർജുൻ, മുന്നറിയിപ്പ് എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിൽ ആശങ്കയ്ക്ക് സാഹചര്യമുണ്ടോ? സേതു, വലിയ ആശങ്കയ്ക്ക് സാധ്യതയില്ല. തിരുവനന്തപുരത്ത് മാത്രമാണ് നിലവിൽ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. വലിയ ആശങ്കയ്ക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൂവാർ വരെയുള്ള തീരങ്ങളിലാണ് മുന്നറിയിപ്പുള്ളത്. 0.9 മുതൽ 1 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഈ തിരമാലകൾ കാരണം കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഈ മുന്നറിയിപ്പ് നാളെ 11:30 വരെയുണ്ട്. ആ സമയം വരെ ഈ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പുലർത്തണമെന്നാണ് ഇപ്പോൾ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ കടലിൽ ഇറങ്ങി ഉള്ള ഈ വിനോദ പരിപാടികളൊന്നും വേണ്ട എന്നും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപകട മേഖലകളിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുകയാണെങ്കിൽ ആളുകൾ മാറി താമസിക്കണമെന്ന് ഉൾപ്പെടെയുള്ള സാധാരണ നൽകുന്ന നിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ അത്ര വലിയ ആശങ്കപ്പെടുന്ന തരത്തിലേക്കൊന്നും മുന്നറിയിപ്പില്ല. 1 മീറ്റർ വരെയാണ് തിരമാല ഉയരാനുള്ള സാധ്യത. അതുകൊണ്ട് വലിയ കടലാക്രമണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ആ രീതിയിലുള്ള ആശങ്ക വേണ്ട. ശരി അർജുൻ, ഈ വലിയ ഭയപ്പെടേണ്ട സാഹചര്യമൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ഈ ഓർക്കേണ്ടത് അവധി സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികളുമായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഈ കടൽ തീരങ്ങളിലും ബീച്ചിലൊക്കെ ആയിരിക്കും. പിള്ളേരൊക്കെ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ മുന്നറിയിപ്പൊക്കെ ഒന്ന് മനസ്സിൽ വച്ചിരിക്കുക. മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ, തിരുവനന്തപുരത്ത്.